നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഹിന്ദുമതത്തിലെ തന്നെ ഒരുപക്ഷെ ഏറ്റവും സങ്കീർണനും അതേസമയം ഏറ്റവും ശക്തനുമായ ഒരു ദേവനെക്കുറിച്ചാണ്. സാക്ഷാൽ ശിവൻ. അപ്പോ എങ്ങനെയാണ് സംഹാരത്തിന്റെ ഒരു ദേവനെ ആനന്ദമൂർത്തി എന്ന് വിളിക്കാൻ കഴിയുന്നത്? ഇതൊരു വിചിത്രമായ ചോദ്യം തന്നെയല്ലേ? എന്നാൽ ഈയൊരു വിരോധാഭാസത്തിലാണ് ശിവൻ എന്ന സങ്കല്പത്തിന്റെ കാതൽ ഒളിഞ്ഞിരിക്കുന്നത്. നമുക്കിതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് നോക്കാം. ശരി, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. ശിവൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിവരുന്ന ഒരു രൂപമുണ്ട്, സംഹാരകന്റെ രൂപം. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളതും ഈയൊരു ഭാവത്തെക്കുറിച്ചാണ്. അതായത് ഹിന്ദുധർമ്മമനുസരിച്ച് സംഹാരം എന്ന് പറയുന്നത് ഒരു ഫുൾ സ്റ്റോപ്പല്ല, ഒന്നിന്റെയും അവസാനമല്ല, പകരം അതൊരു വലിയ സൈക്കിളിന്റെ, ഒരു ചാക്രിക പ്രക്രിയയുടെ ഭാഗം മാത്രമാണ്. അതായത് ഓരോ അവസാനവും ഒരു പുതിയ തുടക്കത്തിനു വേണ്ടിയുള്ളതാണ്. ഇത് നാശമല്ല, മറിച്ചൊരു രൂപമാറ്റമാണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ. അതുകൊണ്ടാണ് സംഹാരത്തിന്റെ ദേവനായിട്ട് പോലും അദ്ദേഹത്തിന് ശിവൻ എന്നു പേരുവന്നത്. ശിവൻ എന്ന വാക്കിന് ശോഭയുള്ളവൻ അല്ലെങ്കിൽ ആനന്ദമുള്ളവൻ എന്നൊക്കെയാണ് അർത്ഥം. കാരണം ലളിതമാണ്. അദ്ദേഹം ഒന്നിനെയും പൂർണ്ണമായി ഇല്ലാതാക്കുന്നില്ല, മറിച്ച് പുതിയ രൂപങ്ങളിലേക്ക്, ഒരുപക്ഷെ കുറച്ചുകൂടി നല്ല ഒന്നിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സംഹാരം ആത്യന്തികമായി നല്ല ഒന്നിനു വേണ്ടിയുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു അടിസ്ഥാന ആശയം മനസ്സിലായല്ലോ. ഇനി നമുക്ക് ശിവന്റെ ഉത്ഭവത്തിലേക്കൊന്ന് പോവാം, അതായത് വേദകാലഘട്ടത്തിലേക്ക്. അവിടെ എവിടെയാണ് ശിവന്റെ വേരുകളെന്ന് നോക്കാം. ഇവിടെ വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഹിന്ദുമതത്തിലെ ഏറ്റവും പഴയ ഗ്രന്ഥങ്ങളായ വേദങ്ങളിൽ ശിവൻ എന്ന പേര് ഒരിടത്തും കാണാനില്ല. അപ്പോൾ പിന്നെ ശിവൻ എവിടുന്ന് വന്നു? സംഭവം ഇതാണ്. പിന്നീട് ശിവൻ എന്ന സങ്കല്പം വളരെ ശക്തമായപ്പോൾ അതിനൊരു വൈദികമായ അടിത്തറ നൽകാനായിട്ട് വേദങ്ങളിലെ തന്നെ മറ്റൊരു പുരാതന ദേവനുമായി അദ്ദേഹത്തെ ബന്ധിപ്പിക്കുകയായിരുന്നു. ആ ദേവനായിരുന്നു രുദ്രൻ. ഋഗ്വേദത്തിൽ രുദ്രനെ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്: ചുരുണ്ട മുടിയുള്ള, തിളങ്ങുന്ന രൂപമുള്ള, ആകാശത്തിലെ ചുവന്ന പന്നി. കേൾക്കുമ്പോൾ തന്നെ ഒരു വന്യമായ ഒരു ഭാവം തോന്നുന്നില്ലേ? അതായിരുന്നു രുദ്രൻ. അപ്പോൾ ആരായിരുന്നു ഈ രുദ്രൻ? രുദ്രൻ ഒരു പുരാതന വൈദിക ദേവനായിരുന്നു. ഭയങ്കര ശക്തനും ഉഗ്രരൂപിയുമായിരുന്നു. കൊടുങ്കാട്ടിന്റെ ദേവന്മാരായ മരുതകളുടെ പിതാവാണ് രുദ്രൻ. പിന്നീട് ശിവൻ എന്ന സങ്കല്പം പ്രബലമായപ്പോൾ ഈ രുദ്രന്റെ എല്ലാ സ്വഭാവങ്ങളും അധികാരങ്ങളും ശിവനിലേക്ക് ലയിപ്പിച്ചു. അങ്ങനെയാണ് ശിവന് ഒരു വൈദിക പശ്ചാത്തലം ലഭിക്കുന്നത്. ശരി, ഇനി നമുക്ക് ശിവന്റെ വ്യക്തിത്വത്തെ ഏറ്റവും നന്നായി വരച്ചു കാട്ടുന്ന വളരെ നാടകീയമായ ഒരു കഥയിലേക്ക് കടക്കാം. ദക്ഷന്റെ യാഗം. ഒരുപക്ഷെ പലരും കേട്ടിട്ടുണ്ടാവും. ശിവൻ ആരാണെന്നും അദ്ദേഹത്തിന്റെ ശക്തി എന്താണെന്നും ശരിക്കും നിർവചിക്കുന്നൊരു സംഭവമാണിത്. എല്ലാ വലിയ പ്രശ്നങ്ങളെയും പോലെ ഇതിന്റെയും തുടക്കം ഒരു ചെറിയ കുടുംബ വഴക്കിൽ നിന്നാണ്. സംഭവം ഇതാണ്: ശിവന്റെ ഭാര്യ സതിയുടെ അച്ഛനാണ് ദക്ഷൻ. ഒരു ദിവസം ദക്ഷൻ ഒരു സദസ്സിലേക്ക് വരുമ്പോൾ മറ്റെല്ലാവരും എഴുന്നേറ്റ് നിന്നെങ്കിലും ശിവൻ മാത്രം എഴുന്നേറ്റില്ല. അവിടെ തുടങ്ങിയെല്ലാം. ദക്ഷന്റെ ദേഷ്യം മുഴുവൻ ഒരു ശാപമായി പുറത്തുവന്നു. ദക്ഷൻ പറയുന്നത് കേൾക്കൂ: ഈ ലജ്ജയില്ലാത്തവൻ ഒരു ഭ്രാന്തനെപ്പോലെ നഗ്നനായി, പാറിപ്പറന്ന മുടിയുമായി പ്രേതങ്ങളോടും ഭൂതങ്ങളോടുമൊപ്പം ശ്മശാനങ്ങളിൽ അലഞ്ഞുതിരിയുന്നു. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ദക്ഷന് ശിവനോടുള്ള പുച്ഛം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന്. ദക്ഷന്റെ കാഴ്ചപ്പാടിൽ ശിവൻ ഒരു ദേവനല്ല, ശ്മശാനങ്ങളിൽ ജീവിക്കുന്നൊരു ഭ്രാന്തൻ മാത്രമാണ്. പ്രതികാരം അവിടെയും തീർന്നില്ല. ദക്ഷൻ ഒരു വലിയ യാഗം നടത്താൻ തീരുമാനിച്ചു. എല്ലാ ദേവന്മാരെയും ക്ഷണിച്ചു. പക്ഷേ ഒരാളെ മാത്രം ക്ഷണിച്ചില്ല: സ്വന്തം മകളുടെ ഭർത്താവായ ശിവനെ. ഇതൊരു വെറും ഒഴിവാക്കലായിരുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഇത് പരസ്യമായി ശിവനെ അപമാനിക്കലായിരുന്നു. ശിവൻ പോകരുത് എന്ന് പറഞ്ഞിട്ടും സതിക്ക് അച്ഛന്റെ വീട്ടിലെ യാഗത്തിന് പോകാതിരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവിടെ എത്തിയ സതിയെ കാത്തിരുന്നത് വലിയ അപമാനമായിരുന്നു. ദക്ഷൻ തന്റെ ഭർത്താവിനെ നിന്ദിക്കുന്നത് കേട്ട് സഹിക്കാൻ കഴിയാതെ ആ ദുഃഖത്തിൽ സതി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി. അതോടെ കഥയുടെ ഗതി ആകെ മാറി. സതി മരിച്ച വിവരമറിഞ്ഞ ശിവൻ, ആ കോപം നമുക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയില്ല. ദുഃഖവും രോഷവും കൊണ്ട് വിറച്ച ശിവൻ തന്റെ ജടയിൽ നിന്ന് ഒരു മുടിയിഴ പറിച്ചു നിലത്തടിച്ചു. ആ നിമിഷം അതിൽ നിന്നൊരു ഭീകര രൂപമുയർന്നുവന്നു. ശിവന്റെ കോപത്തിന്റെ മൂർത്തിമദ്ഭാവം, വീരഭദ്രൻ. പിന്നെ അവിടെ നടന്നത് ഒരു സംഹാരദാണ്ഡവുമായിരുന്നു. വീരഭദ്രൻ ആ യാഗം പൂർണ്ണമായും നശിപ്പിച്ചു. ഭൃഗുവിന്റെ താടി പിഴുതെടുത്തു, ഭഗന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു, പൂഷന്റെ പല്ലുകൾ അടിച്ചുകൊഴിച്ചു. ഒടുവിൽ ഇതിനെല്ലാം കാരണക്കാരനായ ദക്ഷന്റെ തലയും വെട്ടി. ശിവന്റെ ശക്തി എന്താണെന്ന്, അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ലോകം അന്നാണ് ശരിക്കും മനസ്സിലാക്കിയത്. ശരി, ആ കഥ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ശിവന്റെ രൂപത്തിലേക്ക് വരാം. ഒരുപാട് പ്രതീകങ്ങൾ നിറഞ്ഞ ഒന്നാണ് ശിവരൂപം. അതിലെ ഓരോന്നിനും എന്താണ് അർത്ഥം എന്ന് നോക്കിയാലോ? നമ്മൾ നോക്കുകയാണെങ്കിൽ 3 കണ്ണുകൾ,
നീലനിറമുള്ള കഴുത്ത്, ജടയിൽ നിന്ന് ഒഴുകുന്ന ഗംഗ, നെറ്റിയിലൊരു ചന്ദ്രകല, കയ്യിൽ ത്രിശൂലം, ആഭരണമായി പാമ്പുകൾ, വസ്ത്രമായി പുരിത്തോലും ആനത്തോലും. പിന്നെ യാത്ര ചെയ്യാൻ നന്ദി എന്ന വെളുത്ത കാള. ഇതിലെ ഓരോന്നിനും പിന്നിൽ ഓരോ കഥകളുണ്ട്. നമുക്കതിൽ ചിലത് കേട്ടു നോക്കാം. മൂന്നാമത്തെ കണ്ണിന്റെ കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ പാർവതി, അതായത് ഉമ, കളിയായി ശിവന്റെ 2 കണ്ണുകളും കൈകൊണ്ട് പൊത്തി. പെട്ടെന്ന് ലോകം മുഴുവൻ ഇരുട്ടിലായി. പ്രപഞ്ചത്തെ ആ ഇരുട്ടിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ശിവൻ തന്റെ നെറ്റിയിൽ നിന്ന് തീയുടെ ഒരു 3-ാം കണ്ണ് തുറന്നത്. അത് ജ്ഞാനത്തിന്റെയും അതേസമയം സംഹാരത്തിന്റെയും പ്രതീകമാണ്. അതുപോലെയാണ് നീലകണ്ഠനായ കഥയും. പാലാഴി കടഞ്ഞപ്പോൾ അമൃതിനു മുൻപ് ഒരു ഭീകര വിഷം പുറത്തുവന്നു, കാളകൂടം. അത് ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശേഷിയുള്ളതായിരുന്നു. ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ശിവൻ ആ വിഷം സ്വയം കുടിച്ചു. പക്ഷേ അതിറക്കാതെ കഴുത്തിൽ തന്നെ തടഞ്ഞു നിർത്തി. ആ വിഷത്തിന്റെ ശക്തി കൊണ്ട് കഴുത്ത് നീലനിറമായി. അങ്ങനെയാണ് ശിവൻ നീലകണ്ഠനായത്. ഇവിടെയും നോക്കൂ, ശിവനൊരു രക്ഷകന്റെ റോളിലാണ് വരുന്നത്. അങ്ങനെ ഒരുപാട് കഥകൾ. ഇനി നമുക്ക് അവസാന ഭാഗത്തേക്ക് കടക്കാം. അതായത് ഇന്നത്തെ കാലത്ത് ശിവനെ എങ്ങനെയാണ് ആരാധിക്കുന്നത്, പിന്നെ അദ്ദേഹത്തിന്റെ ആയിരക്കണക്കിന് പേരുകളെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. അപ്പോ ഇവിടെ ഒരു ചോദ്യം വരാം, അല്ലേ? ഇത്രയും വ്യക്തമായ രൂപവും വർണ്ണനകളുമൊക്കെയുള്ള ശിവനെ എന്തുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ കൂടുതലും ശിവലിംഗമായി ആരാധിക്കുന്നത്, രൂപമില്ലാത്ത ഒന്നായി? പുരാണങ്ങൾ ഇതിന് പല ഐതിഹ്യപരമായ കാരണങ്ങൾ പറയുന്നുണ്ട്. ഭൃഗുവിനെ പോലെയുള്ള ഋഷിമാർ ശിവനെ ശപിച്ചെന്നും ആ ശാപം പിന്നീടൊരു അനുഗ്രഹമായി മാറിയാണ് ലിംഗാരാധന തുടങ്ങിയതെന്നും കഥകളുണ്ട്. ഇത് വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. പക്ഷെ പ്രധാനമായും ഈ ഐതിഹ്യങ്ങളാണ് അതിനെ കാരണമായി പറയുന്നത്. അതുപോലെ ശിവന് ഒരു പേരല്ല, 1000 പേരുകളാണ്. ഓരോ പേരും അദ്ദേഹത്തിന്റെ ഓരോ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. മഹേശ്വരൻ, അതായത് മഹാനായ ഈശ്വരൻ; ഭൂതേശ്വരൻ, ഭൂതങ്ങളുടെ നാഥൻ; മൃത്യുഞ്ജയൻ, മരണത്തെ ജയിച്ചവൻ; ഗംഗാധരൻ, ഗംഗയെ തലയിൽ താങ്ങുന്നവൻ. ഇങ്ങനെ ഓരോ പേരും ശിവന്റെ വ്യക്തിത്വത്തിന്റെ ഓരോ അടരുകളെയാണ് നമുക്ക് മുന്നിൽ തുറന്നു തരുന്നത്. അപ്പോ സംഹാരകൻ, അതേസമയം സന്യാസി; സ്നേഹമുള്ള ഭർത്താവ്, അതേസമയം പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ്. ശിവനിങ്ങനെ ഒരുപാട് മുഖങ്ങളുണ്ട്. ഇതിൽ ഏത് മുഖമാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്? ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ വിവരണം ഇവിടെ നിർത്തുകയാണ്. വീണ്ടും കാണാം.